ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. റവ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. റവ മാത്രം മതി ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1/4 ഗ്ലാസോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിന് ആവശ്യമായിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള ഏത് റവ വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. റവ വേവാനുള്ള സമയമൊന്നും കിട്ടാത്തതിന് മുന്നേ തന്നെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ അതാ നല്ല രീതിയിൽ ഇത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബോൾസിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരു ബോൾസിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഇതേപോലെ തന്നെ മറ്റുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ എനിക്കൊരു 10 എണ്ണം ഇത് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു സൈസിലുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോന്നും ഇതിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡായാൽ മറ്റേ സൈഡിലേക്കും തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. ഇതിന് ഉള്ളിലുള്ള റവയൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്.
അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതേപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറന്നു പോകരുത്. രണ്ടാമത്തേതും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. റവ മാത്രം മതി ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റവ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.